കവിഞ്ഞൊടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ഒരു സന്തോഷകരമായ ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു. അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു. സാധാരണ നമ്മൾ തമ്മിൽ ചോദിക്കാറുണ്ട്, എങ്ങനെ ഇരിക്കുന്നു, എന്നാണ്ട് വിശേഷം എന്നൊക്കെ. നമ്മളൊക്കെ തമ്മിൽ കാണുമ്പോൾ ചോദിക്കുമ്പോൾ പറയും, എന്നാ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ചെല്ല് പറയും, ഇങ്ങനെയൊക്കെ ഒരു വാക്കാണ് പലപ്പോഴും ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ മനുഷ്യരിൽ നിന്നും. എന്നാൽ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആ ദൈവിക പ്രത്യാശ ഉള്ളൊരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. നമുക്ക് ഒരു വേദഭാഗം ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യവും 4-ാം അധ്യായം 4-ാം വാക്യവും ഞാൻ ആദ്യം വായിക്കാം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 3:1. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 4-ാം അധ്യായം 4-ാം വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇനി അതേ അപ്പോസ്തലനായ പൗലൂസ് തെസ്സലോനിക്ക വിശ്വാസികൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ പറയാണ്, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 16-17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇവിടെ 3 പദങ്ങൾ കാണാം. 1 കർത്താവിൽ സന്തോഷിപ്പീൻ, 2 നമ്മൾ വായിച്ചത് എപ്പോഴും സന്തോഷിപ്പീൻ, 3 നമ്മൾ വായിച്ചത് എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ. വീണ്ടും പറയാം, 1 കർത്താവിൽ സന്തോഷിപ്പീൻ, 2 എപ്പോഴും സന്തോഷിപ്പീൻ, 3 എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന, പക്ഷേ അവിടെ തന്നെ പറയാണ് സന്തോഷിപ്പീൻ, എല്ലാ കാര്യത്തിലും സന്തോഷിപ്പീൻ. എന്തൊരു ലൈഫാകല്ലേ! ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോൾ നമ്മൾ വായിച്ച ആ ഒരു പ്രബോധനം ക്രിസ്തുവിൽ ആഴമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവദാസൻ്റെയാണ്, അപ്പോസ്തലനായ പൗലൂസിൻ്റെ. താൻ വിശ്വാസികൾക്ക് ഇത് എഴുതുന്നത് താൻ ജയിലിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ ഓർക്കണം. ആ കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയ ലേഖനങ്ങൾ ഒന്നാണല്ലോ ഫിലിപ്പി ലേഖനം. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം പറയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, അല്ലെങ്കിൽ സന്തോഷിപ്പീൻ. നമ്മളുടെ പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകൾ എല്ലാം നമ്മുടെ മനസ്സിന് ഒരു തൃപ്തി തരുമ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടും പ്രയാസവും ആകുലതയും ആശങ്കയും ഉണ്ടാക്കുന്ന വേളകളിലും സന്തോഷിക്കാൻ കഴിയുന്ന പുതിയൊരു മാർഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസമെന്ന് പറയുന്നത് ഒരു മതമല്ല, പുതിയൊരു മാർഗമാണ്. ഏത് കാര്യങ്ങളെയും പുതിയൊരു രീതിയിൽ, ജയകരമായൊരു രീതിയിൽ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ്. ഫിലിപ്പിയ എന്ന് പറയുന്ന പട്ടണത്തിലെ ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസികളോടാണ് പൗലൂസ് ശ്ലീഹ ജയിലിൽ നിന്ന് എഴുതുകയാണ്. തൻ്റെ കൈ ചങ്ങലയിലാണ്, താൻ ബന്ധനത്തിലാണെന്നും താൻ തടവുകാരനാണെന്നും ഒക്കെ ഈ ലേഖനങ്ങളിൽ കൂടെ കൂടെ ഈ എഴുത്തുകാരൻ എഴുതുന്നത് നമുക്ക് കാണാം. തൻ്റെ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നേയില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ജയിലിലാണെന്നല്ല, ഞാൻ കർത്താവിലാണ്. എന്തൊരു പ്രയോഗമാണതല്ലേ! അതേപോലെ തന്നെ അതേ ജയിലിൽ നിന്ന് തൻ്റെ കാരാഗ്രഹവാസക്കാലത്ത് എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയാണ്, അവൻ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ജയിലിലാണ് കിടക്കുന്നത്. ജയിലിൻ്റെ ആ തണുത്തുറഞ്ഞ തറയിൽ കിടക്കുമ്പോൾ, ആ ഇരുമ്പഴികൾക്ക് ഉള്ളിൽ കിടന്നുകൊണ്ട് ഇനി എന്നാണ് തനിക്ക് ഇവിടുന്ന് ഒരു വിമോചനമുണ്ടാകുമെന്ന് അറിയാതെ താൻ ചെയ്തു വന്ന പ്രവർത്തനങ്ങളൊക്കെ പാതി വഴിയിൽ നിർത്തപ്പെട്ട സ്ഥിതിയിൽ തൻ്റെ ഉദ്ദേശങ്ങൾ പലതും നടക്കാതെ ഒരു നിരാശയിൽ ഭാരത്തിലിരിക്കേണ്ട വ്യക്തി പറയാണ്,
ഞാൻ ജയിലിൽ കിടക്കുകയാണെന്നല്ല പറയുന്നത്, സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഒരു വലിയ സാമ്പത്തിക കടബാധ്യതയുടെ മുമ്പിൽ ഇതെങ്ങനെ വിമോചനമാവും എന്നുള്ള സ്ഥിതിയിലായിരിക്കും. അല്ലെങ്കിൽ എന്തോ ഒന്ന് ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ട്, വീട് പണിയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം, ഒരു ജോലി തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ ആകെ ആശങ്കയിലാകാം. അല്ലെങ്കിൽ ഒരു മോൻ്റെയോ മോളുടെയോ ഭാവിയെ ചൊല്ലിയുള്ള വലിയൊരു ചോദ്യചിഹ്നത്തിന് മുമ്പിലാകാം. അപ്പം നമ്മൾ പലപ്പോഴും, എൻ്റെയും കൂടെ കാര്യമാണ് പറയുന്നത്, നമ്മൾ ആ സാഹചര്യത്തിൽ അങ്ങായി പോവുകയാണ്. പക്ഷേ ഇവിടെ ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, അവൻ നമ്മളെ ഉയർപ്പിച്ചിരിക്കുന്നു. എവിടുന്നാണ് ഉയർപ്പിച്ചേ? ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു. ശാരീരികമായി നമ്മളിതിലൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ ആത്മാവ്, നമ്മളിലെ യഥാർത്ഥ വ്യക്തി അവിടെ എങ്ങും അല്ലിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ വാഴ്ചയിലാണ് ഇരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിലുള്ള ആ ആഴമേറിയ വിശ്വാസത്തിലേക്ക് വന്നവരോടായിട്ട് പറയട്ടെ, എപ്പോഴും എല്ലാ ദിവസവും എല്ലാം അങ്ങ് തൃപ്തികരമായിട്ടാണോ നടക്കുന്നത്? ഈ ഭൂമിയിൽ നിന്ന് സന്തോഷം എടുക്കാൻ നോക്കിയാൽ അത് കർത്താവ് ഒത്തിരി അനുഗ്രഹിച്ചു, നന്മകൾ തന്നു, ഉയർത്തി, വിടുവിച്ചു, രോഗസൗഖ്യം തന്നു. പിന്നെ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ മുമ്പിലില്ലേ? എല്ലാവർക്കും. എനിക്കുണ്ട്. എല്ലാം തീർന്നോ? ഇല്ല. ഒത്തിരി ആവശ്യങ്ങൾ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിലെല്ലാം ശരിയായിട്ട് നമുക്ക് സന്തോഷിക്കാനൊക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ പൗലോസ്ലീഹയുടെ എഴുത്തുകളിൽ തന്നെ ഈ ലോകത്തിൽ ദൈവം തന്ന നന്മകൾ ആസ്വദിക്കുക ചെയ്യേണ്ടത്. അതിന് ഇംഗ്ലീഷിൽ എൻജോയ് യുവർ ഫുഡ് എന്ന് പൗലോസ്ലീഹ തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മെറ്റീരിയലായിട്ട് കർത്താവ് നമുക്ക് നന്മകൾ അനുഭവിക്കാൻ തന്നു എന്ന് അതേ തിമോഥെയോസ് ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സകലവും നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തന്നിരിക്കുന്നു. അവിടെയും ഇംഗ്ലീഷിൽ ടു എൻജോയ് എന്ന വാസ്തവത്തിൽ ആസ്വദിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ, ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം തന്ന വിടുതലുകൾ, ദൈവം തന്ന സ്വത്ത്, ദൈവം തന്ന മക്കൾ, ദൈവം തന്ന സമയം, ദൈവം തന്ന നല്ല ഭക്ഷണം, അത് ആസ്വദിക്കുകയേ ചെയ്യാവുള്ളൂ. അതിലല്ല നമ്മുടെ സന്തോഷം. നമ്മൾ സന്തോഷിക്കുന്നത് കർത്താവിലും. കർത്താവിലുള്ള സന്തോഷം ഇവിടുത്തെ കാര്യങ്ങൾ ആസ്വദിക്കാനില്ലാത്തപ്പോഴും നടക്കും. അതാണ് പൗലോസ്ലീഹ ആ ജയിലിൽ കിടന്നുകൊണ്ടും താൻ സന്തോഷിക്കുക. ജയിലിൽ താൻ ആസ്വദിച്ചെന്ന് എഴുതിയിട്ടില്ല, പക്ഷേ ജയിലിലും താൻ സന്തോഷിച്ചു. പക്ഷേ അവിടുന്ന് എഴുതിയ ലേഖനങ്ങളിലും ഈ ലോകത്തിലെ ദൈവം തന്ന നന്മകൾ ആസ്വദിച്ചോളാൻ പറയുന്നുണ്ട്. സോ ഈ സന്തോഷവും ആസ്വാദ്യതയും തമ്മിൽ നമുക്ക് തെറ്റിപ്പോകരുത്. ലോകത്തെ നമുക്ക് ആസ്വദിക്കാനേ ഒക്കത്തുള്ളൂ, നന്മകളെ ആസ്വദിക്കാനേ ഒക്കത്തുള്ളൂ. ഇവിടുന്ന് സന്തോഷം കിട്ടത്തില്ല. സന്തോഷം പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് പറയുകയാണ്. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ആ ക്രിസ്തുവിൽ വിശ്വസിച്ച ശിഷ്യന്മാർ, കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാർ, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ അവരെല്ലാം തീർന്നെന്നാണ് വിചാരിച്ചു. പക്ഷെ കർത്താവ് അതിനു മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയി പിതാവിനോട് പരിശുദ്ധാത്മാവിനെ, ആ ദൈവിക ശക്തിയെ, അഭിഷേകത്തെ നിങ്ങളുടെ മേലെ അയക്കും. നിങ്ങൾ യെരൂശലേം പട്ടണം വിട്ടുപോകാതെ അതിനായി കാത്തിരിക്കണം. നമുക്കറിയാം, 120 പേരുള്ള സംഘം അവരൊന്നിച്ച് ആ കർത്താവിൻ്റെ വാഗ്ദാനം പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലൊരു മുഴക്കത്തിൽ ദൈവശക്തി, ആ സർവശക്തനായ ദൈവത്തിൻ്റെ അഭിഷേകം, അതെല്ലാം മനുഷ്യർക്ക് അവൈലബിളാണ്. അവിടെ ആ പരിശുദ്ധാത്മാവെന്നോ അതിന് ബൈബിൾ ഭാഷ, ദൈവ ചൈതന്യമെന്നോ ദൈവത്തിൻ്റെ ആത്മാവെന്നോ ദൈവത്തിൻ്റെ അരൂപിയെന്നോ ഏത് പേരിൽ പറഞ്ഞാലും നമ്മുടെ സൃഷ്ടിതാവായ ഈശ്വരൻ്റെ ആ ആത്മാവ്, ആ ഈശ്വരനിൽ എന്താണോ ഉള്ളത് അവൻ്റെ സത്ത നമ്മളിലേക്ക് വരുന്നതിന് അഭിഷേകം, അങ്ങനൊരു അനുഭവമുണ്ട്, തോന്നലല്ല. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മൾ ആനന്ദം കൊണ്ട് നിറയും. അതുകൊണ്ടാണ് ആദ്യം ഈ വിശ്വാസികൾ ഒന്നിച്ചുകൂടി ആ മാളിക മുറിയിൽ ഈ അനുഭവം പ്രാപിച്ചപ്പോൾ അത് കണ്ട ആൾക്കാർ പറയുകയാണ്, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. അപ്പോൾ അതുപോലൊരു ആനന്ദം അവൻ അനുഭവിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു മതമല്ല, ഒരു അനുഭവിക്കാനുള്ള ഒന്നാണ്.
വീണ്ടും ഞാൻ പറയട്ടെ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ആചരിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. യേശുക്രിസ്തുവിടെ ആചരിക്കാൻ കുറേ കൽപ്പനകളല്ല തന്നത്, ചെയ്ത് തീർക്കുവാൻ കുറേ ചടങ്ങുകളല്ല തന്നത്, മറിച്ച് ഹൃദയത്തിൽ രുചിക്കുവാൻ ഒരാസ്വാദ്യതയാണ് തന്നത്. ക്രിസ്ത്യാനിറ്റി ഈസ് ടു ബി ടേസ്റ്റഡ്. അതാണ് അത് ക്രിസ്തു നമുക്ക് വിഭാവനം ചെയ്യുന്ന. അതാണ് ഒരു സമാധാനം, ആ സന്തോഷം, ആ തൃപ്തി, എന്താ പറയുക, ആ സുരക്ഷിതത്വ ബോധം. എനിക്കത് പറ്റുമോ, എനിക്കിത് പറ്റുമോ, എന്തായിത്തീരും എന്നുള്ള ആകുലതയിലെ സകല മനുഷ്യരും. അതിൻ്റെ നടുവിൽ എന്നെ ഒരാൾ കൈകളിൽ വഹിച്ചിരിക്കുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായി നടക്കും. ഇപ്പോൾ ഞാൻ കാണുന്ന പ്രതിസന്ധി ആയിരിക്കാം, പക്ഷേ അത് മാറി അനുഗ്രഹകരമായ ഒരു അനുഭവം എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. മരണത്തെപ്പോലും എനിക്ക് പേടിക്കേണ്ട. യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ലോകം വെടിയുമ്പോൾ 2 കൈ നീട്ടി എന്നെ സ്വീകരിപ്പാൻ, എൻ്റെ ആത്മാവിനെ ആ നിത്യസ്വർഗത്തിൽ കൈക്കൊള്ളാൻ വരാം എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം ഈ ലോകത്തിലെ ജീവിതത്തിലും എല്ലാം ഓക്കെ ആയിട്ടൊന്നുമല്ല. നമ്മുടെ അകത്ത് ഒരാളെൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ്, ആ ഹൃദയത്തിൽ ലഭിക്കുന്ന സന്തോഷം, അതാണ് ക്രിസ്തു ഇവിടെ വിഭാവനം ചെയ്ത ക്രിസ്തീയ അനുഭവം. വീണ്ടും ഞാൻ പറയട്ടെ, ക്രിസ്തീയത ഒരനുഭവമാണ്, ഒരാചരണമല്ല, ഒരു മതമല്ല. അതാണ് അതിന് മറ്റൊരു പേരാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്ന് പറഞ്ഞത് ഫിസിക്കൽ മെറ്റീരിയൽ തിങ്സ് അല്ല. പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. വാസ്തവത്തിൽ നീതിബോധമെന്ന്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപമെല്ലാം എടുത്തുകൊണ്ട് എനിക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിലും ദൈവമുമ്പാകെ എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാം. അതാ നീതിബോധം. അപ്പോൾ ദൈവരാജ്യം അല്ലെങ്കിൽ കർത്താവ് തരുന്ന ആ സന്തോഷം, ആ സമാധാനം നമുക്ക് ലഭിക്കുന്നത്, ഒന്ന്, ഞാൻ നീതിമാനാണെന്നുള്ള ബോധം, നീതിബോധം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതാ ദൈവരാജ്യം. അപ്പോൾ അതൊരു അനുഭവമാണ്, ഒരു സ്ഥലമല്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമല്ല, സ്വർഗം ഒരു സ്ഥലമാണ്. ആ സ്വർഗത്തിലെ അനുഭവം ഭൂമിയിൽ അനുഭവിക്കുന്നതിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അതാണ് പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവായ യേശു പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയപ്പെട്ട, ഒരു ദൈവികമായ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആകുമ്പോൾ ഉണ്ടാകുന്നതല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു, പൈസ എല്ലാം കയ്യിൽ ആവശ്യത്തിനുണ്ട്, ആ സമയത്ത് കിട്ടുന്ന ഒരു സ്വസ്ഥത, അതൊരു സ്വസ്ഥത തന്നെയാണ്, മറ്റ് ഭാരങ്ങളൊന്നും ഇല്ലാതിരിക്കുക. പക്ഷേ ഈ ദൈവിക സമാധാനം എന്ന് പറയുന്നത്, അതിന് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമെന്ന്. എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ എനിക്ക് 100 ചോദ്യചിഹ്നങ്ങൾ നിൽക്കുമ്പോഴും അതിനെ കവിയുന്ന ഒരു ദിവ്യ സമാധാനം, അതാണ് ക്രിസ്തുവിലുള്ള സമാധാനം. അതാണ് ക്രിസ്തുവിൽ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മതമല്ല. ആ സമാധാനം പ്രതിസന്ധികളിലും ആസ്വദിക്കാം. അതുകൊണ്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ എഴുതുകയാണ്, കർത്താവിൽ സന്തോഷിപ്പിൻ. 2, എപ്പോഴും സന്തോഷിപ്പിൻ. 3, എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുവിൻ. അപ്പം 1, ഞാൻ ഇപ്പോൾ എവിടെയാണ്? ഞാൻ സദാ ക്രിസ്തുവിലാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. വേർഡ് നമ്മൾ വായിക്കണം, നാം കർത്താവിലാവുന്നു, നാം സത്യദൈവത്തിലും അവൻ്റെ പുത്രനായ ക്രിസ്തുവേശുവിലും ആവുന്നു. വി ആർ ഇൻ ക്രൈസ്റ്റ്. ഞാൻ പ്രതിസന്ധിയിലാണ്, ഞാൻ പ്രശ്നത്തിലാണ് ആയിരിക്കുമ്പോഴും പറഞ്ഞു, നോ, ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്. അപ്പം ആ പ്രതിസന്ധിയൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ ആ ഒരു ബോധ്യം, അതാണ് സത്യം. ആ ഒരു ബോധ്യം ആ പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് എന്നെ ഫ്രീ ആക്കുക. നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ചെല്ലി ചോദിക്കുക, ഇതൊക്കെ ഒരു സൈക്കോളജി അല്ലേ, ഇങ്ങനെ ക്രിസ്തുവിലാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നത്തിൽ അതും ഇതൊക്കെ പറഞ്ഞ് തടി തപ്പിയാൽ മതിയല്ലോ, വാസ്തവത്തിൽ പ്രശ്നമല്ലേ? അല്ല പ്രിയപ്പെട്ടവരെ, ആ ഒരു മനോഭാവത്തിൽ, ആ യഥാർത്ഥ ദൈവിക സത്യം ഉൾക്കൊണ്ട് നമ്മൾ എന്നെ ഈ പ്രശ്നമൊന്നും തൊടത്തില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, കർത്താവിൽ ഫ്രീ ആകുമ്പോൾ ആ പ്രശ്നവും അതുവഴി അങ്ങ് മാറിപ്പോകും. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയയിലെ
കാരാഗൃഹത്തിൽ പൗലോസ്ലീഹ ഒരിക്കൽ അറസ്റ്റിലായി, സുവിശേഷ തടവുകാരനായി കിടക്കുകയാണ്. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടെ പൗലൂസും ശീലാസും കിടക്കുമ്പോൾ അവരാ പ്രതിസന്ധിയിലോ ജയിലിലോ ആയിരുന്നില്ല. നമ്മളിങ്ങനെ വായിക്കുന്നു, അർദ്ധരാത്രിക്ക് അവർ പാടി കർത്താവിനെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, പാടി കർത്താവിനെ സ്തുതിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട്. അവരെവിടെയാണ്? ജയിലിലാണോ എന്ന് ചോദിച്ചാൽ ജയിലില്ല. പക്ഷെ വാസ്തവത്തിൽ ജയിലിലാണോ? അല്ല. അവർ പാടി സന്തോഷിക്കുകയാണ്. അപ്പോൾ അവർ ജയിലിലല്ല. അപ്പം അവിടെ അവർ കർത്താവിനെ ഇറക്കിക്കൊണ്ട് വരികയാണ്. അവിടെ അവർ സ്വർഗരാജ്യം ഇറക്കുകയാണ്. ആ സ്ഥലത്തേക്ക് അവർ ദൈവരാജ്യം കൊണ്ടുവരികയാണ്. സോ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, യു ക്യാൻ ബ്രിങ് ദ കിങ്ഡം ഓഫ് ഗോഡ് ടു യുവർ സർക്കംസ്റ്റാൻസസ്. നിങ്ങളുടെ ഏത് സാഹചര്യങ്ങളിലേക്കും ദൈവരാജ്യത്തെ കൊണ്ടുവരാം. നമുക്ക് ചിലപ്പം വലിയൊരു ആശങ്കയിലായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ അതെങ്ങനെയാവും ഇതെങ്ങനെയാവെന്ന് പറഞ്ഞ് ചോദ്യചിഹ്നങ്ങളുമായി ഒരുപക്ഷെ വാദപ്രതിവാദങ്ങളുമായിട്ടിരിക്കുകയായിരിക്കും. ഒന്നിനൊന്നിനും നമ്മൾ പറയും തോറും വീട്ടിലെ വിഷയം വഷളാകുമായിരിക്കും. ചിലപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞായിരിക്കും അപ്പനും അമ്മയും കൂടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശണ്ടയുണ്ടാക്കി. എന്നാൽ അതേ സ്ഥാനത്ത് നിങ്ങളിൽ ഒരാൾക്ക് ദൈവരാജ്യം ഇവിടെ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ? ഒറ്റ വാക്ക് പറഞ്ഞത്. നമ്മളെന്തിനാ ശണ്ട കൂടുന്നത്? നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമല്ലോ, യേശു ഇവിടെ ഉണ്ടല്ലോ. ഒരു വാക്കൊന്ന് പറഞ്ഞു നോക്കി. ആ ഒരു ചൂടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചതുപോലെ നിങ്ങളുടെ ഭവനം വേറെ അന്തരീക്ഷം കൊണ്ട് നിറയും. അപ്പം നമ്മുടെ ഭവനത്തെ, നമ്മുടെ സാഹചര്യങ്ങളെ നരകരാജ്യമാക്കാനും നമുക്ക് പറ്റും, ദൈവരാജ്യമാക്കാനും പറ്റും. നമ്മുടെ നാവിലൂടെ, നമ്മുടെ ഹൃദയത്തിലൂടെ, നമ്മുടെ വിശ്വാസത്താൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇവിടെ പൗലോസ്ലീഹ പറയാണ്, കർത്താവിൽ സന്തോഷിപ്പീൻ. ഒന്ന്, കർത്താവിലാണ് നിങ്ങളെന്ന് അറിവീൻ. നിങ്ങളാ പ്രതിസന്ധിയിലല്ല. യേശു കർത്താവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ച വിശ്വസിച്ച മക്കളോട് ഞാൻ പറയട്ടെ, വീണ്ടും വീണ്ടും പറയാതെ, ഞാൻ വിഷയത്തിലാണെന്ന് പറയാതെ, ഞാൻ കർത്താവിലാണ്, ഞാൻ വിഷയത്തിലല്ല, ഞാൻ ഈ ജയിലറയിലല്ല, ഞാൻ യേശു ക്രിസ്തുവിലാണ്. നിങ്ങൾ എവിടെയാണ്? കർത്താവിലാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ വചനത്തിൻ്റെ അർത്ഥം? കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, കർത്താവിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് സന്തോഷിപ്പീൻ. 2, എപ്പോഴൊക്കെ സന്തോഷിക്കണം? എപ്പോഴും സന്തോഷിപ്പീൻ. എപ്പോഴൊക്കെ? എപ്പോഴും. അത് കൂടാതെ തെസ്സലോനിക്ക ലേഖനത്തിൽ എല്ലാത്തിനായിട്ടൊക്കെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ, എല്ലാ സാഹചര്യത്തെക്കുറിച്ചും നന്ദി പറയുവിൻ എന്ന് പറഞ്ഞാൽ ഒരു വിപരീത സാഹചര്യമാണേലും അതിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ വചനം പറയാമല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഒരു തിന്മപ്പെട്ട, ഒരു പ്രയാസപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെങ്കിലും അതിനെ നോക്കിക്കൊണ്ട് പറയാണ്, പ്രശ്നമേ നീ എൻ്റെ നന്മയ്ക്കായിട്ട് വന്നതാണ്, ഞാൻ അതിനെ പ്രശ്നമായിട്ട് കാണുന്നില്ല. പൗലോസ്ലീഹ കപ്പലപകടത്തിൽപ്പെട്ടില്ലേ? കപ്പലപകടം ഒരു പ്രശ്നമല്ലേ, അത് നന്മയ്ക്കാന്ന് പറയാൻ നോക്കൂ. പക്ഷേ കർത്താവിൽ ആശ്രയിച്ച ആ മകന് വേണ്ടി ആ കപ്പലപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മെലീത്ത ദ്വീപിൽ മാൾട്ടയിൽ ചെന്ന് തുടർന്ന് അവിടെ താൻ ക്രിസ്തുവിൻ്റെ നാമം പ്രഘോഷിച്ചപ്പോൾ ഇതാ രോഗികൾ സൗഖ്യമാവുന്നു, ഒരു ദ്വീപ് മുഴുവൻ ദൈവപ്രവൃത്തി നടക്കുന്നു. അപ്പം ഒരപകടമായിരുന്നു സംഭവിച്ചത്, പക്ഷേ അതൊരത്ഭുതമായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് നമ്മൾ സൈക്കോളജിക്കലി ഇതൊക്കെ എല്ലാം നന്മയ്ക്കാന്ന് പറയല്ല, ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അത് പറയുമ്പോൾ പ്രതിസന്ധിക്കകത്തും ഒരു നന്മ ഉരുത്തിരിഞ്ഞു വരുന്ന കാണാം. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഞാൻ പറയട്ടെ, എല്ലാറ്റിനായി സ്തോത്രം ചെയ്യും. ഗീവ് താങ്ക്സ് ഫോർ എവറിത്തിങ്. കർത്താവെ, ഈ സാഹചര്യത്തിലും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ആ വചനം കുറച്ചുകൂടെ വ്യക്തമായി ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിൽ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാറ്റിനായും നന്ദി പറയുവിൻ. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കും. സഹോദര, നിങ്ങളുടെ ആ വിഷയത്തോടുള്ള മനോഭാവം കൊണ്ട് തന്നെ അതിനെ നിങ്ങൾ എങ്ങനെയാണോ നോക്കുന്നത് അതനുസരിച്ച് മാറാൻ പോവുക. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചിലപ്പം ദൈവദാസന്മാരെ വിളിക്കും, പ്രാർത്ഥിക്കണേ. പക്ഷേ ചിലരെ പ്രശ്നം കണ്ടാൽ ഉടനെ ആരെങ്കിലും പ്രാർത്ഥിക്കണേ എന്ന് വിളിക്കുന്ന സ്ഥിതിയിൽ നമുക്കൊന്ന് വളരാം. ഒരു ഘട്ടത്തിലാകാതെ നമ്മൾ ആത്മീയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ആരെയെങ്കിലും ദൈവദാസന്മാരിൽ ആശ്രയിക്കുക. പക്ഷേ ഇനി നമ്മളൊന്ന് സ്വന്തം കാലം നിൽക്കണ്ടേ? ആ ഒരു ഉദാഹരണത്തിന് ഒരു ഭവനത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു. അവിടുത്തെ നായ കുരച്ചുകൊണ്ട് ചാടി വരുന്നു. നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുഞ്ഞ്, അത് കുഞ്ഞാണ്, ശിശുവാണ്. അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ചാടി നമ്മുടെ മുഖത്ത് കയറുന്നു, കടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ
ആ കുഞ്ഞിനെ കയ്യിലെടുത്ത അപ്പൻ ആ നായയുടെ നേരെ അതിൻ്റെ കണ്ണിലേക്ക് നോക്കി ഗൗരവത്തോടെ നിൽക്കുമ്പോൾ കടിക്കാൻ വന്ന നായ തിരിച്ചു പോകുന്നു. ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് ഒരിക്കലും അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിയ നമ്മൾ ആ പ്രശ്നത്തെ കണ്ട് കരഞ്ഞോടരുത്. നമ്മൾ ഇത്രയും നേരം വചനത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ക്രിസ്തുവിലുള്ള സന്തോഷം ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് തെല്ലും ഭയപ്പെടാതെ പതറാതെ ആ സാഹചര്യത്തോട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് പറഞ്ഞു, ആ രോഗം മുഴങ്കാൽ മടക്കാൻ പോകുന്നു. ആ കടഭാരം നിങ്ങളെ തിന്നുകളയത്തില്ല. നിങ്ങൾ ആ നാട് വിട്ട് ഓടിപ്പോകേണ്ടി വരില്ല. നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ, അവളുടെ ഭാവി നന്നാവും. നിങ്ങളുടെ മനസ്സിൽ അത് വരും ഇത് വരും, അവൻ അങ്ങനെ ആവുമോ, ഇവൾ വീട്ടിൽ നിന്ന് പോകുമോ, പിശാചൻ നെഗറ്റീവ് തന്നെ നമ്മുടെ മനസ്സിലോട്ട് കാണിക്കുന്നത്. എന്നാൽ അതിനെതിരെ ഇല്ല, നല്ലതേ വരത്തുള്ളൂ, ഉയർച്ച തന്നെ പ്രാപിക്കും, ദൈവിക വിടുതൽ ഞാൻ കാണും, യേശു എൻ്റെ കൂടെയുണ്ട് എന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളെന്ന് കേട്ട വചനം ഞങ്ങളുടെ ഉള്ളിലെ ബലമായി ധൈര്യമായി അവിടുന്ന് തന്നതിനായി സ്തോത്രം. കർത്താവിൽ സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ എന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഇന്നെന്നെ കേൾക്കുന്ന ഈ മക്കളുടെ ഉള്ളിൽ ആ ക്രിസ്തുവിലുള്ള ധൈര്യം, ക്രിസ്തു കൊടുക്കുന്ന സമാധാനം, ആ ഒരു വലിയ ബലത്തിൽ ഭയത്തോടെയല്ല, കുറ്റബോധത്തോടെയല്ല, പരാജയഭീതിയോടെയല്ല, ഞാൻ പറയുന്നത് നടക്കും എന്നുള്ള ഉറപ്പിൽ നിൽക്കുവാൻ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗം, ഡോക്ടർമാർ പോലും ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് പകച്ചു നിൽക്കുന്ന ആ രോഗശക്തി ഇപ്പോൾ വിട്ടുമാറട്ടെ. ആ ക്യാൻസർ സൗഖ്യമാകട്ടെ, ആ അസ്വസ്ഥതകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ കിഡ്നിയിൽ, ആ കരൾ രോഗമായി ഒക്കെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങളിൽ ഒക്കെ നിൽക്കുന്ന രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവെ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അവിടുത്തെ വിടുതൽ പകരണമേ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും അവിടുന്ന് മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് കർത്താവ് നോക്കുന്നില്ലല്ലോ. യേശുവേ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്ന ഓരോ സ്ഥലത്തും അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രതിസന്ധികളുടെ ആ മലകൾ മാറിപ്പോകട്ടെ, കടബാധ്യതയുടെ മലകൾ മാറിപ്പോകട്ടെ. ഇന്നത്തെ ദിവസം നേരിടേണ്ട ചില പ്രശ്നങ്ങളുമായിരിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങളുള്ളവരുണ്ട്, കർഷകരുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തന മണ്ഡലങ്ങളിൽ ഈ ക്രിസ്തുവിനോട് കൂടെ ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തു വാഗ്ദാനം ചെയ്തത് ഒരു ഈസി ഗോയിങ് ലൈഫ് അല്ല, ഒരു സുഖജീവിതമല്ല. പ്രതിസന്ധികളൊക്കെ കാണും. യേശുവിൻ്റെ നാമത്തിൽ നമ്മളിന്ന് കേട്ട വചനം പോലെ സന്തോഷിച്ച് അതിന് ഒഴുക്കിനെതിരെ നീന്തി അപ്പുറം കടക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അവിടെ കൊണ്ട് ഈ ഭൂമിയിലെ ഈ സമരപ്പോരാട്ടത്തിൻ്റെ ജീവിതം എന്നുമില്ല. ഈ ലോകത്തിനപ്പുറം ഒരു നിത്യസ്വസ്ഥതയുടെ, യുദ്ധങ്ങളില്ലാത്ത, ഇനി നമ്മൾ പോരാടി നീന്തി തുടിച്ച് കയറണ്ടാത്ത ഒരു നിത്യവിശ്രമത്തിൻ്റെ നാൾ സ്വർഗം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു. അതുകൂടെ തരാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. പാപമോചനവും നിത്യജീവനും ക്രിസ്തുവിൽ നമുക്കുണ്ട്. സോ അതിൽ ഉള്ള ഉറപ്പുള്ളവരായി നമുക്ക് കർത്താവിലുള്ള ആശ്രയത്തിൽ ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാം. ഒരു മതം ആചരിക്കുകയല്ല, ക്രിസ്തുവിനെ നമുക്ക് നുണയാം. ലെറ്റ് us taste the Lord is good. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. I bless you in Jesus' name. Amen.